ഹലോ പ്രിയ സുഹൃത്തുക്കളെ, ബാങ്കിങ് ടെക്സ്പോർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കിടിലം NBFC ആണ്. കിടിലം NBFC എന്ന് വെച്ചാൽ അത്ര കിടിലമല്ല. അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ ആ ഒരു വീഡിയോയുടെ മിഡിൽ വെച്ച് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ പറയുക, RBI അപ്രൂവ്ഡുള്ള ഒരു ആപ്ലിക്കേഷനാണ്. NBFC തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇവരുടെ ഒരു നെഗറ്റീവ് ഉണ്ട്, അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പറഞ്ഞു തരാം. അപ്പോൾ ഇവർ ഓഫർ ചെയ്യുന്ന എമൗണ്ട് 5000 രൂപ മുതൽ 1 ലക്ഷം രൂപ വരെയാണ്. സത്യത്തിൽ 1 ലക്ഷം രൂപ കിട്ടില്ല, അവർ പറയുന്നത് മാത്രമാണ്. 5000 രൂപ മുതൽ 50,000 രൂപ വരെയാണ് ഇവർ ഓഫർ ചെയ്യുന്ന ലോൺ എമൗണ്ട്. കാലാവധി മാക്സിമം 2 മാസമാണ്. ഓക്കെ, അത് നിങ്ങളുടെ എലിജിബിലിറ്റി പോലെ ആയിരിക്കും. സിബിൽ അവർ പറയുന്നത് മാക്സിമം 600 സിബിൽ സ്കോർ മതി എന്നാണ് പറയുന്നത്. അപ്പോൾ 600 സിബിൽ സ്കോറുള്ള ആരും എന്നെ ഇതുവരെയ്ക്കും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ 625 സിബിൽ സ്കോറുള്ള ആൾക്കാർക്ക് ഇതിൽ നിന്നും ലോൺ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ പറയുന്ന പോലെ ഇതിൽ നമ്മളുടെ ഒരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ പേപ്പർലെസ് പ്രോസസ്സാണ്. നമ്മൾ എവിടെയും പോയി ക്യൂവിലൊന്നും നിൽക്കണ്ട. അതുപോലെ തന്നെ 100% ഡിജിറ്റലാണ്. പിന്നെ ഡിസ്പേഴ്സൽ ഫാസ്റ്റ് ഡിസ്പേഴ്സലാണ്. ഒരു 10-15 മിനിറ്റുള്ളിൽ ഡിസ്പേഴ്സ് ആകും എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ആകില്ല. ഏകദേശം ഒരു മാക്സിമം 1 മണിക്കൂറാണ് ഡിസ്പേഴ്സൽ ടൈം വരുന്നത്, ആസ് പെർ മൈ എക്സ്പീരിയൻസ്. ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് 7% ആണ് ഇൻട്രസ്റ്റ് വരുന്നത്. 7% മീൻസ് നല്ല സിബിൽ സ്കോർ ഉള്ളവർക്കാണ് 7% കിട്ടുന്നത്. അല്ലാത്തവർക്ക് നമ്മുടെ ബാങ്കിൻ്റെ 13-14% ഒക്കെ ഇൻട്രസ്റ്റ് വരും. അപ്പോൾ അതുകൊണ്ട് അത് സൂക്ഷിച്ചെടുക്കുക. ഇനി അവരുടെ നെഗറ്റീവാണ് പറയാൻ പോകുന്നത്. 24/7 കസ്റ്റമർ സപ്പോർട്ട് എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഇവരുടെ കസ്റ്റമർ സപ്പോർട്ട് എന്ന് വെച്ചാൽ വെരി റോസ്റ്റ് കസ്റ്റമർ സപ്പോർട്ട് ഇൻ ദി വേൾഡ് എന്ന് തന്നെ പറയാം. നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിന് അവരുടെ കസ്റ്റമർ സപ്പോർട്ട് വിളിക്കുകയാണെങ്കിൽ അവരുടെ എക്സിക്യൂട്ടീവ് തോന്നിയ രീതിയിലാണ് സംസാരിക്കുന്നത്. ആദ്യമേ സാറേ എന്നൊക്കെ വിളിക്കും, പിന്നെ എന്തെങ്കിലും ചോദിക്കുമ്പോൾ താൻ തൻ്റെ കാര്യം നോക്കി പോകും, താൻ എന്തെങ്കിലും ചെയ്തോ, താൻ മര്യാദയ്ക്ക് ലോൺ അടച്ചോ, ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആ ഫീൽഡിൽ കോൺസെൻട്രേഷൻ ചെയ്യേണ്ട, ആ ഫീൽഡിൽ ആരും കൈവയ്ക്കേണ്ട. പിന്നെ നമ്മൾ വിളിച്ചാൽ തിരിച്ച് അവരെയും തെറി വിളിക്കും, അങ്ങനെ ഇഷ്യൂ ആവും. അപ്പോൾ അത് ഞാനൊരു അഡ്വാൻസ് ആയിട്ട് പറഞ്ഞത് നിങ്ങളുടെ ഒരു അറിവിലേക്ക് വെച്ചിരിക്കാൻ വേണ്ടിയാണ്. കസ്റ്റമർ സപ്പോർട്ടിൽ നിന്ന് നമുക്ക് വലിയ ഹെൽപ്പൊന്നും കിട്ടില്ല. ലോ ഇൻട്രസ്റ്റ് റേറ്റ് എന്നാണ് അവർ പറയുന്നതെങ്കിലും ലോ ഇൻട്രസ്റ്റ് റേറ്റ് സിബിൽ ഒരുപാടുള്ളവർക്കാണ്. ഒരു 625 സിബിലുള്ളവർക്കൊക്കെ ഏകദേശം ഒരു 13-14% ഇൻട്രസ്റ്റ് വരും. ഓക്കെ, അപ്പോൾ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുവഴി എല്ലാവരും ചെയ്യുക. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ കാണിക്കും. ലെസ് ഇൻട്രസ്റ്റ് റേറ്റ് ടു റീപേ ദ ലോൺ എന്ന് പറഞ്ഞ് കാണിക്കും. ഗെറ്റ് സ്റ്റാർട്ട് ഓപ്ഷൻ നമുക്ക് കൊടുക്കാം. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ് കാണിക്കുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് I agree ഓപ്ഷൻ കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് വായിച്ച് നോക്കുക. എല്ലാവരും ഇത് വായിച്ച് നോക്കിയില്ല, പട്ടപ്പെട്ട ഇങ്ങനെ ഓടിച്ചിട്ടിട്ട് അക്സെപ്റ്റ് ആൻഡ് കണ്ടിന്യൂ ആണ് കൊടുക്കുന്നത്. അപ്പോൾ അവരുടെ NBFC രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ചിന്താമണി ഫിൻലീസിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇവിടെ അക്സെപ്റ്റ് ആൻഡ് അഗ്രി ഓപ്ഷൻ കൊടുക്കുക. നമ്മുടെ ഫോൺ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യുക. ഇതൊന്നും പറഞ്ഞിരേണ്ട ആവശ്യമില്ല, എന്നാലും ചെറിയൊരു നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി ചെയ്യുന്നതിന് വേണ്ടിയാണ്. കൺഫേം ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ സെലക്ട് എംപ്ലോയ്മെൻറ്റ് സ്റ്റാറ്റസ് ചോദിക്കും. ഇവിടെ സാലറിഡ് എംപ്ലോയി ഉണ്ട്, താഴെ സെൽഫ് എംപ്ലോയും ഉണ്ട്. അത് നിങ്ങൾ എന്താണോ അത് വെച്ച് കൊടുക്കുക. നോർമലി നമുക്ക് സാലറി എംപ്ലോയി കൊടുക്കാം, സബ്മിറ്റ് ഓപ്ഷൻ കൊടുക്കാം. എന്നിട്ട് ഇവിടെ നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കുക. നിങ്ങളുടെ ഫുൾ നെയിം, ലാസ്റ്റ് നെയിം, അതുപോലെ തന്നെ ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്, പാൻ നമ്പർ, ആധാർ നമ്പർ, ഓൾട്ടർനേറ്റ് ഫോൺ നമ്പർ, ഇമെയിൽ അഡ്രസ്സ്, പിൻകോഡ്, ഹൗസ് ടൈപ്പ് ഓണ്ടാണോ, ഓണ്ടെന്ന് തന്നെ മാക്സിമം കൊടുക്കുക. സെലക്ട് സ്റ്റേറ്റ് കൊടുക്കുക. സിറ്റി ഉണ്ട്, അഡ്രസ് ലൈൻ ഓപ്ഷൻ ഉണ്ട്. എന്നിട്ട് സേവ് ഇൻഫർമേഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ അതിൽ നിന്ന് എടുത്തത് കൊണ്ടാണ് എനിക്ക് കാണിച്ചു തരാൻ പറ്റാത്തത്. അങ്ങോട്ട് ഇനി പോകില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഞാനിത് ഓൾറെഡി എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. ബാക്കിയെല്ലാം നിങ്ങളുടെ സാധാരണ ചെയ്യുന്ന പോലെ തന്നെയാണ്. OTPയും സെൽഫിയും ചോദിക്കും. അതിനുശേഷം നിങ്ങളുടെ അപ്രൂവൽ റേറ്റ് മാക്സിമം ഇതിൽ 90% അപ്രൂവൽ റേറ്റ് ഉണ്ട്. ആകെയുള്ള നെഗറ്റീവ് എന്ന് വെച്ചാൽ അവരുടെ കസ്റ്റമർ സപ്പോർട്ട് അത്ര എഫക്റ്റീവ് അല്ല. മനസ്സിലായില്ലേ? ഒരു മാനേജ്മെൻ്റ് ഒന്നും സ്ട്രോങ് അല്ല. അതുമാത്രമാണ് ഇവിടെ ഒരു നെഗറ്റീവായിട്ട് നമുക്ക് പറയാനുള്ളത്. പിന്നൊരു ഇൻഫർമേഷൻ പറയാനുള്ളത്, ഇന്ന് നമ്മുടെ ഒരു സബ്സ്ക്രൈബേഴ്സിന് നമ്മുടെ ഒന്നല്ല ഒരു 3 സബ്സ്ക്രൈബേഴ്സിന് ട്രൂ ബാലൻസിൽ നിന്ന് 75,000 രൂപ രണ്ടാമത്തെ പ്രാവശ്യം കിട്ടി. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു നോക്കിയപ്പോൾ ഒരാൾ പറഞ്ഞത് എനിക്ക് ബാങ്കിങ് കൂടുതലാണ്, അത് ചെറിയൊരു ഷോപ്പ് നടത്തുന്ന ആളാണ്, അതുകൊണ്ടായിരിക്കാം കിട്ടിയത്. സിബിൽ ഏകദേശം 675 ഉള്ളൂ. അപ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. വേറൊരാൾ പറഞ്ഞത് എനിക്ക് സിബിൽ 750 ഉണ്ട്, അതുകൊണ്ടായിരിക്കാം കിട്ടിയത്. അങ്ങനെ രണ്ടുപേരും അങ്ങനെയാണ്, സിബിൽ കൂടുതലുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിലൊരു ഒരു ഇൻഫിനിറ്റിയാണ് കറക്റ്റ് ഇൻഫർമേഷൻ എന്ന് അറിയില്ല. ഇനി അവർക്ക് തോന്നിയ പോലെയാണ്, അവരെന്താണ് നോക്കുന്നതെന്നും അറിയില്ല. ട്രൂ ബാലൻസ് ഞാൻ ഓൾറെഡി ഇത് ആദ്യം പറയാൻ വെച്ചിരുന്നതായിരുന്നു, പിന്നെ മറന്നുപോയതാണ്. അതാണ്
എന്നാണ് അവസാനം പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ട്രൂ ബാലൻസിൽ മാക്സിമം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, കിട്ടുന്നോ ഇല്ലെന്ന് നോക്കുക, എന്നിട്ട് തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷനിൽ പറയുക. അപ്പോൾ ഈ ഒരു ആപ്പ് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഇൻസ്റ്റൻറ്റ് മുദ്ര എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ട്രൂ ബാലൻസിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാവ് എ നൈസ് ഡേ.